എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അയൽ ദ്വീപ് രാജ്യമായ ശ്രീലങ്കയിലേക്ക് വിസിറ്റിന് പോകാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അടുത്തിടെ ഞാൻ ശ്രീലങ്ക സന്ദർശിച്ചിരുന്നു. ശ്രീലങ്കയിലേക്ക് പ്രവേശിക്കുന്നതിനായി ഇന്ത്യക്കാർക്ക് ഇപ്പോൾ വിസയുടെ ആവശ്യമില്ല. പകരം ഓൺലൈനായി ETA അപ്രൂവലിനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. നമുക്ക് തനിയെയും ചെയ്യാം, ഏതെങ്കിലും ഏജൻസികൾ വഴിയും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ഇതിനെക്കുറിച്ച് ഉണ്ടാകുന്നതാണ്. നമുക്ക് ഫില്ലപ്പ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് തെറ്റാതെ നമ്മൾ ഫില്ലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ETA അപ്രൂവൽ നോട്ടീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് മെയിലിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിന് താഴെ ഒരു ഓൺ അറൈവൽ കാർഡ് എന്ന് പറഞ്ഞ് ഫില്ലപ്പ് ചെയ്യാനുണ്ട്. അത് പക്ഷേ ഇപ്പോൾ ആവശ്യമായിട്ട് കണ്ടില്ല, എനിക്കത് ആവശ്യം വന്നില്ല. അടുത്തായിട്ട് ഫ്ലൈറ്റാണ്. അത് നമ്മുടെ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ നിന്ന് കൊളംബോ ബന്ദാരനായിക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എല്ലാ ഫ്ലൈറ്റുകളും അവൈലബിൾ ആണ്. ശ്രീലങ്കൻ എയറിൻ്റെ ഉണ്ട്, ഇൻഡിഗോയുടെ ഉണ്ട്, എയർ ഇന്ത്യയുടെ ഉണ്ട്. കൊളംബോ എയർപോർട്ട് കൊളംബോ സിറ്റിയിൽ നിന്ന് കുറച്ച് 40 കിലോമീറ്ററോളം ദൂരെയാണ്. നിങ്ങൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ടാക്സി അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിക്മി എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് റീസണബിൾ ഓല പോലുള്ള ഒരു ആപ്പാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കാറ്, ടാക്സി ഏത് വേണേലും, ഓട്ടോ, ടുക്ക് എന്ന് പറയുന്ന ഓട്ടോ എന്നിവ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കൊളംബോ എയർപോർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ടെലഫോൺ കണക്ഷൻ, മൊബൈൽ കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഡയലോഗ് എന്ന് പറയുന്ന കമ്പനിയുടെയും മറ്റ് 1-2 കമ്പനികളുടെയും ഇത് അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് നേരത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് eSIM വേണമെങ്കിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് എയർപോർട്ടിൽ വന്നതിന് ശേഷമോ പിന്നീടോ നിങ്ങൾക്ക് ടോപ്പ് അപ്പ് ചെയ്താലും മതിയാവുന്നതാണ്. കൊളംബോ സിറ്റിയിൽ താമസിക്കണമെന്നുള്ളവർക്ക് അവിടെ ധാരാളം ഹോട്ടലുകൾ ആവശ്യത്തിനനുസരിച്ച് അവരവരുടെ ഇഷ്ടപ്രകാരം ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കൊളംബോയിൽ നിന്ന് വേറെ ഏതെങ്കിലും കാൻഡി പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനാണെങ്കിൽ അവിടെ നിന്ന് ട്രെയിൻ അവൈലബിൾ ആണ്. ശ്രീലങ്കൻ റെയിൽവേയുടെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് ഓൺലൈനായിട്ട് 3 തരത്തിലുള്ള ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. 3rd ക്ലാസ്, 2nd ക്ലാസ്, 1st ക്ലാസ് AC. ഇതിലേതിൽ വേണമെങ്കിലും നമുക്ക് വിസ, മാസ്റ്റർ കാർഡ് അതുപോലുള്ള ഏതെങ്കിലും കാർഡ് ഉപയോഗിച്ച് ഓൺലൈനായിട്ട് നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ കാൻഡിക്കാണ് ആദ്യമായിട്ട് പോയത്. അതിനടുത്ത് ഉള്ള സ്ഥലങ്ങൾ കാണാനായിരുന്നു എനിക്ക് താല്പര്യം. കൊളംബോ ഏരിയ നമ്മുടെ കേരളം പോലെ തന്നെ കടലിനോട് ചേർന്നുള്ള സമതല പ്രദേശങ്ങളാണ്. പക്ഷേ നമ്മൾ കാൻഡി സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ മലനിരകളും നമ്മുടെ കേരളത്തിലെ കൂട്ട് തന്നെ ഉള്ള എല്ലാ കൃഷി ചെയ്തിട്ടുണ്ട്. ഞാൻ കേരളത്തിൻ്റെ കിഴക്കൻനാട് പോലെ തന്നെ തോന്നുന്ന സ്ഥലമാണ്. കാൻഡിയിൽ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റും. ഒന്ന് സിഗിരിയ എന്ന് പറയുന്ന രാവണൻ്റെ കോട്ട, അത് കാണാനായിട്ട് അവിടുന്ന് പോകാൻ 90 കിലോമീറ്ററോളമാണ്. അത് ബസ്സിലും കാറിലും ഒക്കെ പോകാം. അതേപോലെ തന്നെ നുവാറ ഏലിയ എന്ന് പറയുന്നത് എതിർ സൈഡിലാണ് വരുന്നത്. അതും ഒരു മലനിരകളിലാണ്. അവിടെയും പോകാനായിട്ട് 70 കിലോമീറ്ററോളം ദൂരമുണ്ട്. രണ്ടും 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് മാത്രം. കാൻഡിയിൽ നമുക്ക് കുറച്ച് ഉള്ളിടയിലേക്ക് പോയാൽ 3 പഴയ വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുണ്ട്. അത് ഇപ്പം ജീർണാവസ്ഥയിലായിരുന്നു. അത് പുനരുദ്ധാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് രംഗാത്തിലക, 2 എംബേക്ക, പിന്നെ ഗഡാലഡ ഡിനിയ എന്നീ 3 ക്ഷേത്രങ്ങളാണുള്ളത്. അവിടെയൊക്കെ ഞാൻ പോയിരുന്നു. അവിടുത്തെയൊക്കെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. नील जला से रंगना हंस कुमारी, नील जला से रंगना हंस कुमारी, आसावे सीनमवावी, आसावे सीनमवावी, मुदुबंद सलसला निनमद हसहिला, मुदुबंद सलसला निनमद हसहिला.
കാൻഡി നഗരത്തിൽ ധാരാളം ബുദ്ധക്ഷേത്രങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഡലാഡ മലിംഗാവ എന്ന ക്ഷേത്രം. ടൂത്ത് ടെമ്പിൾ എന്ന മറ്റൊരു പേരിലും ഇതിനെ അറിയപ്പെടുന്നു. ഇതിനോട് ചേർന്ന ഒരു മ്യൂസിയവും മറ്റുമുണ്ട്. ഇവിടെ വിദേശികൾക്ക് കയറുന്നതിന് 2500 ശ്രീലങ്കൻ റുപ്പീസ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ആണ് കയറേണ്ടത്. കാൻഡിയിൽ കണ്ടിരിക്കേണ്ട ഏറ്റവും വളരെ പ്രസിദ്ധമായ ഒന്നാണ് ഇൻ്റർനാഷണൽ ബുദ്ധിസ്റ്റ് മ്യൂസിയം. അതായത് ബുദ്ധമതം ഏതൊക്കെ രാജ്യങ്ങളിൽ വിപുലമായിട്ട് പ്രചരിച്ചിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വളരെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ പോയാൽ കാണാൻ പറ്റുന്നതാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ബുദ്ധ അമ്പലങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും അവിടുത്തെ വിഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഡീറ്റെയിൽ അതിനകത്തിൽ അവൈലബിൾ ആണ്. അവിടുത്തെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ ഇതിനകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാൻഡിയിലെത്തിയതിൻ്റെ രണ്ടാമത്തെ ദിവസം രാവിലെ ഞാൻ സിഗ്രിയ ഫോർട്ട് കാണാനായിട്ട് ബസ്സിൽ കാൻഡി ബസ് സ്റ്റാൻഡിൽ നിന്ന് സിഗ്രിയയ്ക്ക് വേണ്ടി പോയി. ഡംബോള എന്ന സ്ഥലത്ത് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് സിഗ്രിയയ്ക്ക് ബസ്സുകൾ ധാരാളം അവൈലബിളാണ്. ഏകദേശം 90 കിലോമീറ്ററും കാൻഡിയിൽ നിന്നുണ്ട്. അവിടെ എത്തിയാൽ നമുക്ക് അവിടെ ടിക്കറ്റ് ആവശ്യമുണ്ട്. ടിക്കറ്റ് എടുക്കണം. അത് വിദേശീയരായിട്ടുള്ള നമുക്ക് $20 ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഏകദേശം 6000 ശ്രീലങ്കൻ റുപ്പീസാണ് ചാർജ്. സിഗ്രിയ കോട്ട നിർമ്മിച്ചത് 5-ാം നൂറ്റാണ്ടിൽ സിംഹള രാജവംശമായ മൗര്യ ഭരിച്ചിരുന്ന കശ്യപ രാജാവ് ഒന്നാമനായിരുന്നു. AD 495 കശ്യപ രാജാവ് ഒന്നാമൻ്റെ മരണശേഷം ഇത് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയായിട്ട് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. സമതല നിരപ്പിൽ നിന്നും ഏകദേശം 200 മീറ്റർ പൊക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന സിഗ്രിയ കോട്ടയെ ലോക പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിൽ യുനെസ്കോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ രാവണൻ്റെ കോട്ട എന്ന് മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ഈ കോട്ടയുടെ മുകളിലേക്ക് കയറിപ്പോകാനായി സ്റ്റീൽ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ വളരെയധികം സൂക്ഷിച്ച് തന്നെ നമ്മൾ കയറുകയും ഇറങ്ങുകയും വേണം.
നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ. നമ്മുടെ രാവണലങ്കയുടെ ഏറ്റവും ടോപ്പാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഭാഗം മുഴുവൻ നന്നായിട്ട് കാണാം. ഇന്ന് ദൂരെ ഒരു കാണുന്നുണ്ട്, എന്നെ സൂം ചെയ്ത് കാണിച്ചു തരാം. പിന്നെ കാൻഡിയിൽ കാണാനുള്ളതാണ് അവിടുത്തെ റോയൽ ബൊട്ടാനിക് ഗാർഡൻ. പെരാഡിനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അത് 6 കിലോമീറ്റർ കാൻഡി സിറ്റിയിൽ നിന്ന് ദൂരമേ ഉള്ളൂ. ടുക് ടുക് വഴിയോ കാർ വഴിയോ ഒക്കെ നിങ്ങൾക്ക്, ബസ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നതാണ്. അവിടെ കയറുന്നതിന് ഇന്ത്യക്കാർക്ക് ഉള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 3500 ശ്രീലങ്കൻ റുപ്പീസാണ്. അത് വലിയൊരു ഗാർഡനാണ്, കുറേ സമയമെടുത്ത് കാണേണ്ടതാണ്. ഞാൻ പോയപ്പോൾ ഇവിടെ കുറച്ച് മഴയൊക്കെ ആയിരുന്നത് കാരണം അതിൽ ഒത്തിരിയും കാണാൻ പറ്റിയില്ല. കുറേയൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതൊരു 4 മണിക്കൂർ ഇറങ്ങി നടന്ന് കാണാനുള്ള ഒരു ഗാർഡനാണ്. കൊളംബോ നഗരത്തിൽ കാണേണ്ട ഏറ്റവും വലിയൊരു ബുദ്ധ ടെമ്പിളാണ് ഗംഗാറാമായ വിഹാര ബുദ്ധിസ്റ്റ് ടെമ്പിൾ.
ഇത് കൊളംബോ സിറ്റിയിൽ നിന്ന് വളരെ അടുത്താണ്, ഫോർട്ട് സ്റ്റേഷനിൽ നിന്ന് വളരെ അടുത്താണ്. ശ്രീലങ്കയിൽ ധാരാളം തമിഴ് ടെമ്പിളുകളുമുണ്ട്. ഞാൻ താമസിച്ച ഹോട്ടലിനടുത്തുള്ള ഒരു ടെമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ശ്രീലങ്കയിലെ ഫുഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കിട്ടുന്ന പല ഫുഡുകളും നമുക്കവിടെ അവൈലബിൾ ആണ്. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും തമിഴ് തരത്തിലുള്ള ഫുഡുകളും ധാരാളം ഹോട്ടലുകളുണ്ട്. സീ ഫുഡ്സിൻ്റെ ഹോട്ടലുകളും ധാരാളമായിട്ടുണ്ട്.